സത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ വള്ളക്കടവ് വഴി സത്രത്തിലെത്തി. അവിടെ കണ്ടതിന് ശേഷം അവിടെ തിരിച്ച് മൗണ്ട് വഴി നമ്മൾ വണ്ടിപ്പെരിയാറിലെത്തും. സത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നാൽ പുല്ലുമടിലേക്കും അവിടെ നിന്ന് 6 കിലോമീറ്റർ നടന്നാൽ സന്നിധാനത്തിലേക്ക് എത്താൻ പറ്റും. അടിപൊളി വ്യൂ ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ തിരിയുന്നത്. ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 14 കിലോമീറ്റർ ഉണ്ട് സത്രത്തിലേക്ക്. ദൂരെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ജീപ്പെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പടുതയെല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. അത് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അത് ഡ്രൈവർ പടുതയെല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളക്കടവ് ജംഗ്ഷനിൽ നിന്ന് സത്രത്തേക്ക് പോകും. സാർ എന്ത് തോന്നുന്നു? സത്രത്തിൽ നീല പോയിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ ആദ്യം പ്രാവശ്യം പോകുന്നല്ലേ? ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. യാത്ര നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇവിടുന്ന് ഓഫ് റോഡ് തുടങ്ങിയാണ്. അടിപൊളി. ഇനി റോഡ് തീർന്നു, ടാറിട്ട വഴി തീർന്ന് ഇവിടുന്ന് ഓഫ് റോഡ് തുടങ്ങിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനയും കാട്ടുപോത്തിനെ എല്ലാം കാണാൻ പറ്റുന്നു. അതെ, സീസപ്പള്ളി കണ്ടു. അതിന് വേറെ ഒരു സീസപ്പള്ളിയുണ്ട്, വള്ളക്കടവ് സീസപ്പള്ളി. തേനിക്ക് പോകുന്നില്ലേനോ? അതൊക്കെ അറമ്പാട് 220 ആണല്ലേ? 220 ലൈൻ തേനിക്ക് പോകുന്ന 220 ലൈനാണ് അതിന്റെ ടവറുമായി കാണുന്നത്. ഓക്കെ, നമ്മൾ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്.
അതൊക്കെ ഇപ്പൊ ആന പറഞ്ഞ ഇവിടെ അല്ലേ? അതെടുത്തോ? ടെലിസ്കോപ്പിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടെലിസ്കോപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത്ര ദൂരെയാണെങ്കിലും കാണാൻ പറ്റും അല്ലേ? വലിയ കാര്യമാണ്. എന്നാ ആനയുണ്ടോ? പേടിയുണ്ടോ? എന്റെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. സത്രം നമ്പർ 2 വ്യൂ പോയിന്റ്. താഴെ ഒരു ജീപ്പ് കയറി വരുന്നുണ്ട്. ആ കണ്ടോ, ഒരു ജീപ്പ് കയറി വരുന്നുണ്ട്. താഴെ ഒരു ജീപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അടിപൊളിയാ. ഉണ്ടോ? വണ്ടി പോകുന്നതായിരിക്കും. വ്യൂ പോയിന്റ് 2 സർക്കാർ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് തോന്നുന്നു. അടിപൊളിയല്ലേ? തണുപ്പ് എങ്ങനെയാണ്? തണുപ്പ് കാറ്റുണ്ട്, ഉണ്ട്. നല്ല പ്രകൃതി കാണാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വരണം. ഫാമിലി ആയിട്ട് വരാം. എല്ലാവരും വിളിച്ചോണ്ട് വരണം. എങ്ങോട്ട് നോക്കിയാലും പ്രകൃതി ഭംഗി അല്ലേ? നല്ല പച്ചപ്പ്. അങ്ങനൊന്നും പറയല്ലേ? 4 പേര് ഫോട്ടോ എടുക്കാം. 4 പേർക്ക് ഫോട്ടോ എടുക്കാം. അല്ലേ? അവിടെയാ ഈ വഴി കൂടെ ഈ അല്ല പുൽമേട് ശരിവരക്ക് പോയില്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു 2 ദിവസം ഇവിടെ ചെയ്തിട്ടാണ് പോയത്. അതാണ് സത്രം. അതാണ് അപ്പൊ അതിന്റെ പഴയ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് കാണാൻ പോകുന്നു. അപ്പൊ രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള? ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള രാജാക്കന്മാരാണ്. പന്തളം രാജാവ്. പന്തളം രാജാവ് ഇതിലെന്തിനാ വരുന്നത്? അവർക്ക് നേരെ താഴെപ്പടം വന്നു. അത് പണ്ടത്തെ ഒരു ഐതിഹ്യമാണ്. അല്ല, അവർക്ക് എരുമേലി കൂടി വരുന്നതൂടെയാണ് ചോദിക്കുന്നത്. അല്ല, അവർക്ക് നേരത്തെ ഇവിടെ വന്ന് 2 ദിവസം എന്നിട്ടൊക്കെ പോണമെന്നാണ് എല്ലാവരും ഉള്ളത്. ഇതാണ് പഴയ സത്രത്തിൻ്റെ അവശിഷ്ടം. ഇത് ഇപ്പോൾ അവശിഷ്ടം എന്ന് പറയാൻ അതിൻ്റെ കരിങ്കൽ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഏതാണ്ട് ഒരു പൂർണ്ണമായിട്ടും നാശത്തിൻ്റെ ഒരു വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത കാനനപാത കടന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ അടക്കമുള്ള അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്താൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ വിശ്രമിക്കാൻ സന്നിധാനത്തിലെത്തുന്നതിന് മുമ്പ് വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് ഈ സത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇത് പഴയ സത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ പഴയ സത്രം എന്നാണ് ഈ സ്ഥലത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്.
അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പുല്ലുമേടിലും, പിന്നെ അവിടുന്ന് 6 കിലോമീറ്റർ പിന്നെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സന്നിധാനത്തിലെത്താൻ പറ്റും. അതികഠിനമായ കാനനപാതയാണ്. ആനയും കാട്ടുപോത്തും മറ്റുള്ള പന്നിയും പോലുള്ള അക്രമകാരികളായ മൃഗങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ കുറവായി ആണ് എങ്കിൽ പോലും ഉണ്ട്. പഴയകാലത്തൊക്കെ ഇതിനെ അതിജീവിച്ചാണ് രാജാക്കന്മാരടക്കമുള്ള അയ്യപ്പഭക്തർ ഈ വഴിയിലൂടെ കാനനപാതയിൽ എത്തിച്ചേർന്ന് ഇരുന്നത്. ഏതായാലും അടിപൊളി സ്ഥലം, കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്.